ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. പതിപോലെ ഞായറാഴ്ചയിലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രസകരമായ ഒരു പരാമർശം വാട്സപ്പിൽ വന്നു. അത് ഇന്നലെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയെ കുറിച്ചാണ്. ഒരു 46 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ് അപ്ലോഡ് ചെയ്തത്. ഇന്നലെ റെക്കോർഡിംഗ് സാധ്യമല്ലാതായി പോയതുകൊണ്ട്, ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇന്നലത്തെ റെക്കോർഡിങ്ങിന് പകരം മുൻകാലത്ത് ചെയ്ത ഒരു സംഭാഷണത്തിന്റെ ഒരു ശകലം എടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അത് ഉള്ളിലെ സ്നേഹശൂന്യതയെ കുറിച്ചാണ്. അത് കേട്ടൊരു സഹോദരി എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമന്റ് അയക്കുകയുണ്ട്. വാസ്തവത്തിൽ അത് വ്യക്തിപരമായ ഒരു അനുഭവത്തെ കുറിച്ചല്ല, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട നമ്മുടെ സ്നേഹവിരുദ്ധതയെക്കുറിച്ച്, ഉള്ളിലുള്ള സ്നേഹശൂന്യതയെ കുറിച്ചാണ്. ഇനി ഒരു വ്യക്തിപരമായ അംശമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും കുറവുകളും പോരായ്മകളും ഉണ്ട് എന്ന തോന്നലാണ് എപ്പോഴും നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. നല്ലവനായതുകൊണ്ടല്ല വചനം പറയുന്നത്. ഉള്ളിലുള്ള ദൈവബോധം നമ്മെ നയിക്കുന്നു. അതേസമയം മാനുഷികമായ പരിമിതികൾ നമുക്കുണ്ട്. നമ്മൾ വിശുദ്ധരാകാൻ വിളിക്കപ്പെടുകയും ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ കഴിയാത്തതിന്റെ പരിമിതികൾ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് അനുതാപത്തിന്റെ വഴിയിലൂടെയാണ്. അതിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിള പോലെയാണെന്ന് ഞാൻ കോരിയെടുക്കാനാവുന്നില്ല. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ അകമേ നിറഞ്ഞു കവിയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പുറമേക്ക് വരുന്നത് സ്നേഹമല്ല. മഹാനായ വിശുദ്ധ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്: ഞാൻ അത്ര ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നിരന്തരം അനുതാപത്തിലൂടെയും ആത്മവിശുദ്ധീകരണത്തിലൂടെയും ക്രിസ്തുവിനെ അനുഗമിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. സമ്പൂർണതയല്ല നമ്മുടെ ലക്ഷ്യം. നാം പെർഫെക്റ്റ് ആകുകയല്ല ചെയ്യുന്നത്, അനുതാപിയാകുക. അതുകൊണ്ട് തെറ്റിദ്ധാരണ വേണ്ട. കേവലം വ്യക്തിപരമായ എന്തെങ്കിലും വിഷമം ഉണ്ടായപ്പോൾ പറഞ്ഞ കാര്യമല്ല. വിശ്വാസികളായ ഓരോരുത്തരും ഹൃദയത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ്: നാം സ്നേഹത്തിലാണ് വേരുപാകിയത്, കായ്ക്കുന്ന ഫലങ്ങളിൽ സ്നേഹമുണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ആലോചന വേണ്ടതുണ്ട്. അടുത്തൊരു ചോദ്യം മാമോദിസയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാമോദിസയിൽ ജ്ഞാനസ്നാന മാതാപിതാക്കളുണ്ട്. അവർ വിശ്വാസികളായിരിക്കണമെന്നാണ് സഭയുടെ നിബന്ധന. അതിന് അവർ നമസ്കാരം കേൾക്കുന്നവരാണോ, കൂദാശകൾ സ്വീകരിക്കുന്നവരാണോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് ചീട്ട് കൊടുക്കുക. പലപ്പോഴും അതൊന്നും വേണ്ടത്ര ഗൗരവമായി പരിഗണിക്കപ്പെടാറില്ല എന്നൊരു വാസ്തവം തന്നെയാണ്. എന്നാലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ വ്യക്തിപരമായ അവരുടെ ഉത്തരവാദിത്വത്തിലല്ല ജ്ഞാനസ്നാന മാതാപിതാക്കളായി വരുന്നത്, സഭയുടെ ഭാഗമായിട്ടാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് ശാരീരികമായ ഒരു പ്രക്രിയയിലൂടെ കൂടെയാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ദൈവകരങ്ങളാലാണ്. ഭൂമിയിൽ അവതരിക്കുമ്പോൾ 2 മനുഷ്യരുടെ പങ്കാളിത്തം അതിനകത്തുണ്ട്. അങ്ങനെ മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്ന ഒരാൾ ക്രിസ്തു ശിഷ്യനായി, ദൈവമകനായി വീണ്ടും ജനിക്കുന്ന പ്രക്രിയയാണ് മാമോദിസ. അപ്പൊ അവിടെ കേവലം നമ്മുടെ വ്യക്തിപരമായ വിശ്വാസമല്ല, സഭയുടെ വിശ്വാസമാണ് ഏറ്റുപറയപ്പെടുന്നത്. ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ ഏതെങ്കിലും തരത്തിൽ കുറവുകളുള്ളവരാണെങ്കിൽ ആ കുറവ് ആ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമല്ല. ഏറ്റുപറയുന്ന വിശ്വാസം സഭയുടെ വിശ്വാസമാണ്. അങ്ങനെയാണ് സഭയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞും, ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഈ സംഘം യഥാർത്ഥത്തിൽ സ്വയം നവീകരണം കൂടി നടത്തിക്കൊണ്ടാണ്. അതിനകത്ത് അവർക്ക് പരിമിതിയും പോരായ്മയൊക്കെ ഉണ്ടാകാം. പക്ഷെ പരിമിതികളും പോരായ്മകളും അല്ല ദൈവം പരിഗണിക്കുന്നത്, സഭയുടെ വിശ്വാസമാണ്. സഭയുടെ വിശ്വാസം എന്ന് വെച്ചാൽ സഭ പ്രാരംഭകാലം മുതൽ ഇന്നോളമുള്ള സഭയുടെ വിശ്വാസം, ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ വിശ്വാസം. അതുകൊണ്ട് മാമോദീസയിൽ ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ വേണ്ടത്ര യോഗ്യരല്ലെങ്കിലും ആ അയോഗ്യത കുഞ്ഞിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കുഞ്ഞ് വ്യക്തിപരമായ വിശ്വാസം ഏറ്റുപറയുന്ന കാലം വരെ ആ കുഞ്ഞിനെ സഹായിക്കാൻ സഭയുടെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ട് എന്ന ബോധ്യമാണ് ഉണർത്തേണ്ടത്. ആ സഭയിൽ കുഞ്ഞ് ജീവിക്കുമ്പോൾ കുഞ്ഞ് ജീവിക്കുന്ന വിശ്വാസവും സ്വന്തം വിശ്വാസം മാത്രമല്ല, സഭയുടെ വിശ്വാസം കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വ്യക്തിപരമല്ലെന്നും അത് സഭാത്മകം കൂടിയാണെന്നും നമ്മൾ അറിയണം.
കേവലം ഞാൻ വിശ്വസിക്കുന്നു എന്നിടത്തല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നിടത്താണ് പരിപൂർണത. അപ്പൊ അതുകൊണ്ട് അതിന് ഭയക്കേണ്ടതില്ല. അടുത്ത ചോദ്യമാണ്, വിശ്വാസം ക്രിസ്തു കേന്ദ്രീകൃതമാകണമെങ്കിൽ കേൾപ്പിക്കപ്പെടുന്നത് ക്രിസ്തു കേന്ദ്രീകൃതവും ബൈബിൾ അധിഷ്ഠിതവും അപ്പോസ്തലികവുമായി മാറണം. ബൈബിൾ വിരുദ്ധമായ സഭാപ്രബോധനങ്ങൾക്ക് താങ്കൾ പലപ്പോഴും ഊന്നൽ കൊടുക്കുന്നു എന്ന വിമർശനമാണ് ആ ചോദ്യത്തിലുള്ളത്. ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത്, ബൈബിൾ സഭയിൽ ഉണ്ടായൊരു കാര്യമാണ്. ആദ്യം ഉണ്ടായത് സഭയാണ്. ആ സഭയിൽ ക്രിസ്തു പ്രഘോഷിക്കപ്പെട്ടതാണ് സുവിശേഷമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സഭാപ്രബോധനത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ച് 2 തെസ്സലോനിക്ക 2:15 പറയുന്നുണ്ട്. അതിനാൽ സഹോദരങ്ങളെ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. സഭയാണ് ആദ്യം ഉണ്ടായത്. ക്രിസ്തുഗാത്രമായ സഭ നമുക്ക് നൽകിയതാണ് ബൈബിൾ. അത് അപ്പോസ്തലികമാണ്. ആ അപ്പോസ്തലികമായ പഠനങ്ങളെ ആനുകാലിക ലോകത്ത് പഠിപ്പിക്കുക എന്ന കടമയാണ് സഭയ്ക്കുള്ളത്. സഭാപ്രബോധനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിന് അടിസ്ഥാനമിട്ടതാണ്. അത് സഭയുടെ പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നതാണ്. വചന മുഖേനയും കത്ത് മുഖേനയും പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ആകത്തുകയാണ് സഭാപ്രബോധനങ്ങളുള്ളത്. അതുകൊണ്ട് സഭാപ്രബോധനങ്ങൾ ഒരാൾ പറയുമ്പോൾ അയാൾ വചനവിരുദ്ധനാണെന്ന് ചിന്തിക്കുന്നത് 16-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു വിഭജന യുക്തിയാണ്, പ്രൊട്ടസ്റ്റന്റിസം. ജപമാലയെ കുറിച്ചും വിശുദ്ധരെ കുറിച്ചും ഒക്കെ പറയുന്ന കാര്യത്തിനാണ് ഈ വിമർശനമുള്ളത്. ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത്, സഭ വിശുദ്ധ വചനമായി അല്ലെങ്കിൽ ദൈവവചനമായി പറയുന്നത് 5 കാര്യങ്ങൾ ചേർന്നിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥം, ദൈവശാസ്ത്രം, അപ്പോസ്തല പ്രബോധനം, വിശുദ്ധരുടെ ഡോക്ട്രൈൻ, വിശുദ്ധരുടെ ജീവിത മാതൃക. അവയിൽ ആദ്യത്തെ 4 കാര്യങ്ങളും ലിഖിത രൂപത്തിലുള്ളവയാണ്. വിശുദ്ധ ഗ്രന്ഥമായാലും ദൈവശാസ്ത്രമായാലും അപ്പോസ്തല പ്രബോധനമായാലും വിശുദ്ധരുടെ ഡോക്ട്രൈൻ ആയാലും. വിശുദ്ധരുടെ ജീവിത മാതൃകയിലാണ് ഇത് ഒരു പ്രയോഗ വഴിയായിട്ട് അവതരിപ്പിക്കപ്പെട്ടത്. 2-ാം ക്രിസ്തുവായി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് പറയുമ്പോൾ, അസീസി ഈ വഴിയിൽ ജീവിച്ച അനുഭവമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അനേകം വിശുദ്ധാത്മാക്കൾ ഇപ്രകാരം ജീവിച്ചാണ് നമുക്കിത് കൈമാറി കിട്ടിയത്. വിശുദ്ധ ഗ്രന്ഥം മാത്രമാണ് കേന്ദ്രം എന്ന് പറയുമ്പോൾ സഭയിലെ ഒരു ഘടകം മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥം. 2000 വർഷത്തെ സഭാത്മകമായ ജീവിതത്തിനകത്ത് നമുക്ക് വേണ്ടി വ്യാഖ്യാനിക്കപ്പെട്ട ക്രിസ്തുവചനത്തെ അവതരിപ്പിക്കുകയാണ് ബൈബിൾ. അതുകൊണ്ട് ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്, ആത്മകേന്ദ്രീകൃതമായിട്ടാണ്. ആ ആത്മകേന്ദ്രീകൃതമായ ജീവിതം വിശുദ്ധാത്മാക്കളിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധരെ കുറിച്ച് പറയുന്നത് സഭാവിരുദ്ധമാണെന്ന് ചിന്തിക്കുന്നത് ഈ പ്രൊട്ടസ്റ്റന്റിസത്തിന്റെ ഭാഗമായിട്ടാണ്. അതല്ലാതെ അതിനകത്ത് വിശുദ്ധ ഗ്രന്ഥ വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുന്നത് തെറ്റിദ്ധാരണയാണ്. വിശ്വാസികളിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ നേതൃത്വത്തിൽ മാറ്റം ഉണ്ടാകണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം ഒരു നേതാവിന്റെ പിന്നാലെ പോകുന്നതല്ല വിശ്വാസം. വിശ്വാസം ഓരോരുത്തർക്കും നൽകപ്പെട്ട ആത്മാവിന്റെ പ്രകാശത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ മുമ്പോട്ട് പോകുന്നതാണ്. നാം ഓരോരുത്തരും വ്യക്തിപരമായി ക്രിസ്തുവചനത്തെ അനുഗമിക്കുന്നവരായി മാറുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തു അവബോധത്തിൽ വളരുന്നവരായി മാറുമ്പോൾ, നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതചര്യ, നമ്മുടെ ജീവിത പ്രവൃത്തി ലോകത്ത് പ്രകാശിക്കും. അത് വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. സഭയിലുള്ള പ്രശ്നങ്ങളെ ഉന്നയിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ വെളിച്ചത്തിലാണ്. സഭ വിമർശനാതീതമായ ഒരിടമായിട്ട് നമ്മൾ കരുതുന്നില്ല. പക്ഷേ കുറ്റം മുഴുവൻ നേതൃത്വത്തിൻ്റെതാണെന്ന് പറയുമ്പോൾ അവനവന്റെ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യം വരും. നമ്മളാരും വിളിക്കപ്പെട്ടത് മെത്രാന്റെ പുറകെ പോകാനല്ലല്ലോ, ക്രിസ്തുവിന്റെ പുറകെ പോകാനല്ലേ. അപ്പൊ ക്രിസ്തുവിന്റെ പിന്നാലെയാണ് യാത്ര എന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ ഒരാൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അയാളെ എതിർക്കാൻ ലോകത്തിന് സാധ്യമല്ല. സഭാവിമർശകൻ എന്ന നിലയിൽ പലപ്പോഴും സഭയ്ക്കുള്ളിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരാളാണ് നമ്മൾ. ഇയാൾ വിരുദ്ധനാണ് എന്ന് ഭക്തരായ കുറെ ആളുകൾ ഈ അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പുറകെ പോകുന്ന ആളുകൾ കരുതി വശാവുന്നു. പരസ്യമായി അധികം കല്ലേറുകൾ വരുന്നില്ലെങ്കിലും സ്വാഭാവികമായും അത്തരമൊരു ചിന്ത അറിയുന്ന അനേകരിലുണ്ട്. വളരെ പരിചിതരായ പുരോഹിതരൊക്കെ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ ഉപദേശ രൂപേണയൊക്കെ പറയാറുണ്ട്. പക്ഷെ സഭ ഇത് ചെയ്തുകൂടാ എന്നിതുവരെ നിർദ്ദേശം പറഞ്ഞിട്ടില്ല. പറയുന്ന കാര്യങ്ങൾ
സഭാവിരുദ്ധമല്ലെന്നും സഭയ്ക്കുള്ളിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തെറ്റായ പ്രബോധനങ്ങളുമാണ് എന്ന് അത്തരക്കാർ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് വാസ്തവം. അതേസമയം തന്നെ സഭയ്ക്ക് പുറമേയുള്ള കുറെ ആളുകൾ, സഭയ്ക്ക് പുറമേ എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നു പോയ ആള്, പല കാരണങ്ങൾ കൊണ്ട് സഭയിൽ നിന്ന് അകന്നു പോയവരാണ് ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റുകാരായാലും പെന്റക്കോസ്റ്റലുകാരായാലും ഇവാഞ്ചലിക്കലുകാരായാലും ഒക്കെ. ഇത് ആദ്യ നൂറ്റാണ്ട് തൊട്ടേയുള്ള വിഭജനങ്ങൾ പലതായിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിൽ ആര്യനിസവും അങ്ങനെ ഓരോരോ വിശ്വാസ വ്യതിചലനങ്ങളും സഭയ്ക്കകത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായി വന്ന വിശ്വാസ വ്യതിചലനങ്ങളിൽപ്പെട്ട ആളുകൾ, കത്തോലിക്ക സഭയുടെ പുറമേ നിൽക്കുന്ന ആളുകൾ എപ്പോഴും ഒരു മത്സര ബുദ്ധിയിലാണ്, താർക്കികമായ യുക്തിയിലാണ്. ഈ സഭ ശരിയല്ല, ആ സഭ ശരിയല്ല. നമ്മളിങ്ങനെ ഈ സഭയുടെ ഏതെങ്കിലും രൂപത്തെ, സഭാ സമൂഹങ്ങളിലെ ഏതെങ്കിലും വിഭാഗത്തിന്റെ രൂപത്തെ കുറിച്ച് ചർച്ച ചെയ്യാനും വിമർശിക്കാനും തയ്യാറല്ല. കാരണം ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിനോടുള്ള യാത്രയാണ്. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഏത് വിഭജന യുക്തികളെയും മറികടക്കാനുള്ള മാർഗം. അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ സഭാ സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ ഇയാൾ മതയാഥാസ്ഥിതികനാണ്, കത്തോലിക്ക പ്രബോധനം പറയുന്നു, ഇയാൾ ബൈബിളിനെതിരാണ് എന്ന നിലയ്ക്കും ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. ഈ രണ്ട് ആക്ഷേപങ്ങളും ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്ന നിലയ്ക്ക് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കാരണം നമ്മൾ ഒരാൾ വിമർശിക്കുമ്പോൾ അയാൾ അറിവില്ലാത്തവനാണെന്നും വിവരം കിട്ടവനാണെന്നും ഒക്കെ പറഞ്ഞ് തള്ളിക്കളയാനല്ല, വിമർശനങ്ങൾ എപ്പോഴും സ്വീകരിക്കുകയും ആ വിമർശനങ്ങൾക്ക് അകക്കാമ്പുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്യും. വിമർശനങ്ങൾക്കകത്ത് അകക്കാമ്പായുള്ള ഒരു കാര്യം, ജീവിതത്തിൽ വിശ്വാസത്തിന് വിരുദ്ധമായവ ചെയ്തു പോകുന്നു, അബദ്ധങ്ങളിൽ പോകുന്നു, അതൊരു യാഥാർത്ഥ്യം. പക്ഷേ അതൊരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന ഉത്തമമായ ബോധ്യവും സഭാപ്രബോധനങ്ങളിൽ പിഴവില്ല എന്ന കാര്യവും നാം അംഗീകരിച്ച മതിയാവും. കാരണം ഇത്രയേറെ വിഭജനയുക്തികളുണ്ടായി സഭാ സമൂഹങ്ങളായി പിരിഞ്ഞ് പലതരത്തിലുള്ള വിശ്വാസ സമൂഹങ്ങൾ ഉണ്ടായിട്ടും കത്തോലിക്ക സഭ നൂറ്റാണ്ടുകൾ പിന്നിട്ട് 2000 വർഷമായി തുടരുന്നു യാത്ര. കാരണം സഭ ഏകമാണ്, വിശുദ്ധമാണ്, ശ്ലൈഹികമാണ്, സാർവത്രികമാണ്. അപ്പൊ അതുകൊണ്ട് സഭയുടെ കൂട്ടായ്മയെ നമ്മൾ കേവലം മാനുഷിക സംഘടന എന്ന നിലയ്ക്കല്ല കാണുന്നത്, ക്രിസ്തുവിന്റെ ശരീരമായിട്ടും സ്വർഗീയ സഭയായിട്ടും കൂടിയാണ്. അപ്പോൾ ഭൗതികമായ സഭാ സമൂഹത്തിനിടയ്ക്ക് പിഴവുകൾ ഉണ്ടാവും, അത് പറയും. അതേസമയം തന്നെ സഭയുടെ നേതൃത്വത്തിന്റെ പിഴവാണ് സകലതും എന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം സഭ ഫ്രാൻസിസ് അസീസിയുടെ കാലത്ത് സമ്പത്തിലും ലോകാഡംബരങ്ങളിലും മുഴുകിപ്പോയൊരു കാലത്ത് കൃഷകാത്തരനായ അസീസി ചാക്കുടുത്ത് മാർപ്പാപ്പയെ കാണാൻ പോകുന്നു. മാർപ്പാപ്പയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ, ദാരിദ്ര്യം പ്രഘോഷിക്കാൻ അനുവാദം വേണം എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് നൽകുന്നില്ല. പോയവരുടെ പന്നിക്കൂട്ടിലും പറയാനാണ് പറയുന്നത്. പക്ഷെ പിന്നീട് മാർപ്പാപ്പ തിരികെ വിളിച്ച് ഈ അനുവാദം കൊടുക്കുന്നുണ്ട്. ആ അനുവാദം കിട്ടുന്ന ഫ്രാൻസിസ് ദാരിദ്ര്യം പ്രഘോഷിച്ചു, സഭ ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ് ചരിത്രം. അപ്പൊ സഭയ്ക്കകത്ത് പിഴവുകൾ ഉണ്ടാകുമ്പോൾ, വിശ്വാസ വ്യതിചലനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയോഗ വഴിയിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയുകയും ചർച്ച ചെയ്യുകയും നമ്മുടെ ജീവിതം കൂടുതൽ ക്രിസ്തീയമാക്കി മൂല്യങ്ങളിൽ അധിഷ്ഠിതമാക്കി മാറ്റുകയും ചെയ്യുന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ആ കടമയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അഭിനന്ദനം പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അംഗീകാരം പ്രതീക്ഷിച്ചിട്ടോ അല്ല, നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കത്തോലിക്ക സഭ പ്രബോധനങ്ങളിലൂടെ നൽകുന്ന കാര്യങ്ങൾ വിശ്വാസ വിരുദ്ധമോ ബൈബിൾ വിരുദ്ധമോ അല്ല. ബൈബിൾ ഉണ്ടായത് സഭയിലാണ്, സഭയാണ് ബൈബിൾ വ്യാഖ്യാനിച്ചത്. ബൈബിളിനെ പൂർണ്ണമായി വ്യാഖ്യാനിക്കാനുള്ള അവകാശം സഭയ്ക്കാണ്, സഭയിൽ ഉണ്ടായതാണ്. അപ്പോസ്തലികമായ പാരമ്പര്യത്തിലാണ് സഭ. അതുകൊണ്ട് സഭയുടെ ഹൈറാർക്കിയൊക്കെ അംഗീകരിച്ചാണ് നമ്മൾ പോവുക. പക്ഷെ അതേസമയം തന്നെ ഇത് സഭ നേതൃത്വമാണെന്ന നിലയ്ക്കല്ല, സഭയുടെ നേതാവ് യേശുവാണ്, ശിരസായ ക്രിസ്തുവിലേക്കാണ് നമ്മൾ വളരേണ്ടത് എന്ന ഉത്തമ ബോധ്യം തന്നെയാണ് നമുക്കുള്ളത്. തിരുസഭ, ദൈവസഭ, കത്തോലിക്ക സഭ എന്നൊക്കെ പറയുമ്പോൾ 2000 വർഷം മുമ്പുണ്ടായിരുന്ന സഭയാണോ ഇപ്പോഴുള്ളത്? ഇങ്ങനെ പറയുന്നയാൾ ശുദ്ധ പോഷ്കു പറയുന്നു എന്നൊരു വിമർശനമാണ് മറ്റൊന്ന്. 2000 വർഷത്തെ ചരിത്രം സഭയ്ക്കുണ്ടെന്ന് പറയുമ്പോൾ പ്രാരംഭത്തിലുള്ള അതേ സഭാ സമൂഹത്തിന്റെ സ്വഭാവമോ ജീവിത രീതിയോ ഒന്നുമാണ് ഇന്നുള്ളതെന്ന് നമ്മൾ പറയുന്നില്ല. സഭയിൽ കാലങ്ങളിൽ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സഭ ആത്യന്തികമായി ക്രിസ്തുവിനാൽ സ്ഥാപിതമായ അതേ സഭ തന്നെയാണ്. ആ സഭയിൽ ഒത്തിരിയേറെ വിശ്വാസ വിരുദ്ധതയും വഴിപിരിച്ചിലുകളും ഉണ്ടായി. അങ്ങനെ സഭാ സമൂഹങ്ങൾ വേറെ വേറെ രൂപപ്പെട്ടു. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ കാര്യമല്ല. സഭയെ ഒരു ചരിത്രരേഖയായി മാത്രം കണ്ടാൽ
ഒരുപക്ഷെ അബദ്ധം വരും. ഒരു പ്രക്രിയയായിട്ട് കാണണം. സഭ ജീവിക്കുകയാണ്. സഭ ജീവിക്കുമ്പോൾ ഇന്നലത്തെ സഭയായിരിക്കും ഇന്നത്തെ സഭ. പക്ഷെ ആത്യന്തികമായി സഭ ഒന്ന് തന്നെയാണ്. ആ സഭയിൽ ഒട്ടേറെ പിളർപ്പുകളുണ്ടായി, വിവിധ സഭാസമൂഹങ്ങൾ ഉണ്ടായി. അങ്ങനെ ഭിന്നിച്ചു പോയവരൊക്കെ തങ്ങളാണ് യഥാർത്ഥ സഭ എന്ന് പറയാനും തുടങ്ങി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു തറവാടെന്ന സങ്കല്പത്തിന് നമ്മൾ എന്ത് കാണുന്നു? അങ്ങനെ ഒരു തറവാടില്ല. തറവാട്ടുകാർ എന്നൊക്കെ പറയുന്നത് പോഷകാണ്. ഒരു കുടുംബത്തിലെ ഒരു കാരണവരും കുറച്ച് മക്കൾ, അതിലൊരു മകൻ കുടുംബത്തിൽ നിന്ന് വഴക്കിട്ട് പോയി, സ്വത്ത് കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വഴക്കിട്ട് പോയി. അദ്ദേഹം അടുത്ത് തന്നെ ഒരു വീടൊക്കെ വെച്ചു, അവിടെ താമസിക്കുകയാണ്. എന്നിട്ട് ഈ വീട്ടുപേര് അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചു. അപ്പൊ ഒരു പോസ്റ്റ്മാൻ ഒരു കത്തുമായിട്ട് വന്നു. കത്തുമായിട്ട് വന്നപ്പോൾ 2 സ്ഥലങ്ങളിൽ ഒരേ വീട്ടുപേര്. അപ്പൊ ഏത് വീട്ടിലാണ് കൊടുക്കേണ്ടതെന്ന് അയാൾക്ക് സംശയം ഉണ്ടായി. അയാൾ ആദ്യം കയറുന്നത് മകന്റെ വീട്ടിലാണ്. അപ്പൊ മകൻ പറയും, ഇതാണ് യഥാർത്ഥ വീട്, അല്ലെങ്കിൽ തറവാട് അപ്പുറത്തും കാണുന്നുണ്ടല്ലോ. അങ്ങനെയില്ല, ഇതാണ് ഒറിജിനൽ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറയുന്നത് പോലെയാണ് ക്രിസ്തു സഭ പല കാരണങ്ങൾ കൊണ്ട് വിഭജിതമായി മാറി മാറിപ്പോയ ആളുകൾ തങ്ങളാണ് യഥാർത്ഥ സഭ എന്ന് പറയുന്നത്. ആദ്യമുണ്ടായ സഭയിൽ നിന്ന് ഭിന്നിച്ചു പോയ പലവിധ കാരണങ്ങളാൽ, ആശയപരമായ കാരണങ്ങളാൽ ഭിന്നിച്ചു പോയ ആളുകളാണ് വിവിധ സഭാ സമൂഹങ്ങളായിട്ട് മാറിയത്. ഈ പിളർപ്പുകൾ ആരംഭിക്കുന്ന 1-ാം നൂറ്റാണ്ടിൽ മുതലുണ്ട്. സഭയുടെ പ്രാരംഭഘട്ടത്തിലേ ഉണ്ട്. അവിടെയാണ് യഹൂദ വിശ്വാസത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് രക്ഷയില്ല, യഹൂദ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം സഭയിലുണ്ടായി. ഗ്നോസ്റ്റിക് ചിന്തകളുണ്ടായി. ക്രിസ്തുവിന്റെ മനുഷ്യത്വമോ ദൈവത്വമോ നിഷേധിച്ചവരുണ്ടായി ആദ്യകാലങ്ങളിൽ. ഇത്തരം പിളർപ്പുകൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:18 സ്ലീഹ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ വിഭാഗീയത ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. 2-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ 3 വിഭാഗീയതകൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. ഒന്ന് ആര്യനിസമാണ്. യേശു പൂർണ്ണ ദൈവമല്ല എന്നാണ് ആര്യനിസം പഠിപ്പിക്കുന്നത്. അതിനെതിരെ നിക്കായിൽ ഫസ്റ്റ് കൗൺസിൽ ചേരുന്നുണ്ട്. യേശു സത്യദൈവത്തിനുള്ള സത്യദൈവം എന്ന പ്രഖ്യാപനം ഉണ്ടായി. രണ്ടാമതുണ്ടായത് നെസ്തോറിയൻ പാഷണ്ഡതയാണ്. മറിയത്തിന്റെ ദൈവമാതൃത്വത്തെ എതിർത്തുകൊണ്ടാണ് നെസ്തോറിയൻ പാഷണ്ഡത വരുന്നത്. ദൈവോതെക്കോസ് എന്ന പ്രഖ്യാപനത്തെ എതിർത്തുകൊണ്ട് എഫോസസ് കൗൺസിൽ അതിനെ നിഷേധിച്ചു. രണ്ടാമത് നെസ്തോറിയൻ പാഷണ്ഡതയാണ്, വിഭാഗീയതയാണ്. മൂന്നാമത്തേത് മോനോഫിനൈസ്റ്റ് വിഭജനമാണ്. കൗൺസിൽ ഓഫ് ചാൽസിലോണിന് ശേഷം സഭ ഒരു വിഭജനത്തെ നേരിട്ടു. 3 സഭാ വിഭാഗങ്ങൾ രൂപപ്പെട്ടു. കോപ്റ്റിക് സഭ, സിറിയൻ ഓർത്തഡോക്സ് സമൂഹം, അർമേനിയൻ സമൂഹം. ഇങ്ങനെ 3 സഭകൾ രൂപപ്പെട്ടു. കോപ്റ്റിക്, സിറിയൻ ഓർത്തഡോക്സ്, അർമേനിയൻ എന്ന് 3 സഭാ വിഭാഗങ്ങൾ രൂപപ്പെട്ടു. ഇനി 1054 അടുത്ത് വലിയ പിളർപ്പ് ഉണ്ടാകുന്നത്. കിഴക്കും പടിഞ്ഞാറും എന്ന നിലയ്ക്ക് വേർപിരിയലുകൾ ഉണ്ടായി. പാപ്പയുടെ അധികാര പ്രശ്നം, ഭാഷയുടെ വ്യത്യസ്തത സംബന്ധിച്ച പ്രശ്നങ്ങൾ, ഫിലിയോക്ക് വിഷയത്തെക്കുറിച്ചുള്ള തർക്കം, രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവയാൽ വിഭജനങ്ങളുണ്ടായി. ഈ തർക്കങ്ങളുടെ പിന്നാലെ സഭയിൽ ഒരു വലിയ പിളർപ്പുണ്ടായി. കാത്തലിക് ചർച്ച്, മറുഭാഗത്ത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്. ഇങ്ങനെ 2 വിഭാഗങ്ങളുണ്ടായി. അപ്പോഴും ഓർക്കണം, ഒരു സഭയിൽ നിന്നാണ് വഴിപിരിച്ചുകൾ ഉണ്ടാകുന്നത്. അതല്ലാതെ ആദ്യത്തെ സഭ നഷ്ടമാകുന്നില്ല. വിശ്വാസത്തിൽ അപ്പോസ്തലികമായ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് വേർപെട്ടു പോകുന്നവരാണ്. ഇനി 16-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടാവും. മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ 1517 ഉണ്ടാകുന്ന ഒരു നവീകരണ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഉണ്ടാകുന്നതാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. പ്രധാനപ്പെട്ട 3 ആശയങ്ങൾ: ഫെയ്ത്ത് അലോൺ, വിശ്വാസം മാത്രം മതി രക്ഷയ്ക്ക്; സ്ക്രിപ്ചർ അലോൺ, വിശുദ്ധ ഗ്രന്ഥം മാത്രം മതി രക്ഷയ്ക്ക്; പാപ്പയുടെ അധികാരം നിഷേധിക്കൽ. ഈ 3 കാര്യങ്ങളാണ് ഈ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന്റെ ഭാഗമായിട്ടുണ്ടായത്. അതായത് ഫെയ്ത്ത് അലോൺ, സ്ക്രിപ്ചർ അലോൺ, മാർപ്പാപ്പയുടെ അധികാരത്തിന് എതിരായിട്ടുള്ള നിലപാട്. ഇതാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന്റെ ഭാഗമായിട്ടുണ്ടായത്. ഇതിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്ന 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് ലൂതറൻ, കാൽവിനിസ്റ്റ്, ആംഗ്ലിക്കൻ എന്ന് 3 വിഭാഗങ്ങൾ ഇതിൽ നിന്നുണ്ടായി. പിന്നീട് അവയിൽ നിന്ന് രൂപപ്പെട്ടവയാണ് ബാപ്റ്റിസ്റ്റ്, മെത്തഡിസ്റ്റ്, പെന്തക്കോസ്റ്റൽ, പിന്നെ ഇവാഞ്ചലിക്കലായ അനേകം സമൂഹങ്ങൾ. അത് അതിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. ഇനി രാജാവായ ഹെൻറി 8-ാമൻ മാർപ്പാപ്പയിൽ നകർന്നോടെ ഉണ്ടായതാണ് ആംഗ്ലിക്കൻ ചർച്ച്, പിന്നീട് ഉണ്ടാകുന്നതാണ്. അപ്പൊ അതിൽ ചില ആളുകൾ വിശ്വാസം മാത്രം മതി, വിശുദ്ധ ഗ്രന്ഥം മാത്രം മതി എന്നൊക്കെ വാശി പിടിക്കുന്നവർ ഇപ്പോഴും ഈ സഭാ സമൂഹങ്ങളുടെ ഭാഗമായി ചർച്ചകളിൽ ബന്ധപ്പെടാറുണ്ട്. അത്തരം ആളുകളാണ് സഭയുടെ അപ്പോസ്തലികമായ പാരമ്പര്യത്തെയും പ്രവർത്തനത്തെയും ഉദാശ കേന്ദ്രിതമായ കാര്യങ്ങളെയൊക്കെ എതിർത്ത് സംസാരിക്കുന്നത്.
അത് അവരുടെ വിശ്വാസ ബോധ്യം. നമ്മൾ അവരെ എതിർക്കുകയോ അവർ പറയുന്നതിന് നിഷേധിക്കുകയൊന്നും ചെയ്യല്ല, അത് അവരുടെ വിശ്വാസ ബോധ്യങ്ങൾ. പക്ഷെ ഇതാണ് ചരിത്രം. അതുകൊണ്ട് സഭ ഏകമാണ് എന്ന് പറയുമ്പോഴും കത്തോലിക്ക സഭ, തിരുസഭ, 2000 വർഷത്തെ പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ അതൊരു മോഷ്കായിട്ട് കരുതുന്നത് ഇതിലേതെങ്കിലും ഒരു ഇടത്താവളത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോഴാണ്. ഈ വിഭജനങ്ങളെ സംബന്ധിച്ചും കത്തോലിക്ക സഭയ്ക്ക് ഒരു അഭിപ്രായമുണ്ട്. ക്രിസ്തു സ്ഥാപിച്ചത് ഒരു സഭയാണ്. ഭിന്നിച്ചു പോകുന്നതൊക്കെ സഭാ സമൂഹങ്ങളായി പോകുന്നു, പക്ഷെ ക്രിസ്തു സ്ഥാപിച്ചത് ഒരു സഭയാണ്. വിഭജനം മനുഷ്യരുടെ പാപഫലമാണ്. മനുഷ്യർ അതിൽ കണ്ടെത്തിയ വിഭാഗീയത കൊണ്ടുണ്ടായവയാണ്. എന്നാൽ വേർപെട്ട സഭകളിലും വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്നുണ്ട്. സ്നാനമുള്ള സഭകളുണ്ട്, ചില കൂതാശകൾ അംഗീകരിക്കുന്ന സഭകളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവയിലൊന്നും ഇല്ലെന്നോ അവയൊക്കെ പാടെ നിഷേധിക്കേണ്ടതാണെന്നോ ശത്രുതാപരമായി ഇടപെടേണ്ടതാണെന്നോ കത്തോലിക്ക സഭ കാണുന്നില്ല. 2-ാം വത്തിക്കാൻ കൗൺസിൽ അതുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. സത്യവും വിശുദ്ധീകരണത്തിന്റെ മാർഗങ്ങളും സഭയ്ക്ക് പുറത്തും കാണപ്പെടുന്നു എന്നാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് വിഭജനത്തിന്റെ ഈ തർക്കങ്ങളുടെയൊക്കെ ലോകം അവസാനിക്കുന്നത്. അതിനു മുമ്പ് വരെ ഏത് സൂനകദോസ് കൂടുമ്പോഴും ഈ പിളർപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കത്തോലിക്ക സഭ വൈര്യത്തിൽ വിശ്വസിക്കുന്നില്ല. യോഹന്നാൻ 17:21 പറയുന്നത് പോലെ അവരെല്ലാം ഒന്നായിരിക്കട്ടെ എന്നാണ് സഭയുടെ ഒരു രീതി. അതുകൊണ്ട് വൈര്യത്തിൽ വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ, ക്രിസ്തുവാകുന്ന സത്യത്തിൽ ഐക്യമുണ്ട്. സ്നേഹത്തോടെയുള്ള സംഭാഷണം സഭ പ്രോത്സാഹിപ്പിക്കുന്നു. എക്യുമിനിസം ഒരു ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതിയായിട്ട് സഭ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സഭയുടെ ചരിത്രം പറയുമ്പോൾ ഇത് വളരെ വിശദമായി പറയേണ്ട വിഷയമാണ്. എങ്കിലും ആ സുഹൃത്ത് ഇത്തരം ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് ക്രിസ്തു സ്ഥാപിച്ച സഭയാണ്. അതിന് 2000 വർഷത്തെ പാരമ്പര്യം ഉണ്ടോ എന്നൊന്നും തർക്കിക്കാൻ പറ്റില്ല. ഭിന്നിച്ചു പോയവരൊക്കെ പലതായി പല രീതിയിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. പക്ഷെ അവർക്കും അവകാശപ്പെടാവുന്നത് തന്നെയാണ് ഈ പറഞ്ഞ ആദിമുദ്രയുടെ ചരിത്രം. 16-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു വിഭാഗം തങ്ങളുടെ ബൈബിളാണ് ഏറ്റവും പരിശുദ്ധം എന്ന് പറഞ്ഞാൽ ബൈബിൾ ഉണ്ടായത് അവിടെ അല്ലല്ലോ. ബൈബിൾ ഉണ്ടായതും അപ്പോസ്തലിക പ്രവർത്തനം ഉണ്ടായതും വിശ്വാസം പ്രചരിച്ചതും ഒന്നും 16-ാം നൂറ്റാണ്ടിലല്ല. അത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആരംഭിക്കുന്ന കാര്യമാണ്. അങ്ങനെ 2000 വർഷം സഭ എന്ന് പറയുമ്പോൾ അതിന് കാതലായ ഭാഗത്ത് നിന്ന് സഭ നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിന് മൂപ്പിളപ്പ് തർക്കം കൊണ്ട് നേരിടാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ പറയുന്നതൊന്നും ഈ മൂപ്പിളപ്പ് തർക്കത്തെ കുറിച്ചല്ല, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതത്തെ കുറിച്ചാണ്. അത് നമ്മൾ ജീവിക്കുന്ന സഭാ സമൂഹത്തിനകത്ത് വരുന്ന കുറവുകളെയും പോരായ്മകളെയും ഏറ്റു പറയാൻ നമുക്ക് പറ്റണം. അതിനകത്തും പറയണം, പുറത്തും പറയണം എന്ന നിലപാടാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇത് ബോഷ്കാണെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നമ്മൾ ഒരു ബോഷ്കിന്റെ അടയാളമായിട്ട് കാണേണ്ടി വരും. അങ്ങനെ കാണുന്ന അബദ്ധമല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കാതിരിക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, സമയം അധികരിച്ചതുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും അവസാനിപ്പിക്കുകയാണ്. സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് നല്ലതാണ്, പക്ഷെ അതൊരു ശത്രുതാ മനോഭാവത്തോടെ ഭിന്നതയോടെ ആവണമെന്നില്ല. നമുക്ക് കുറച്ചുകൂടി സ്നേഹത്തോടെയൊക്കെ സംസാരിക്കാം. നമ്മൾ വിശ്വസിക്കുന്ന ബോധ്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അത് പരസ്പരം ആക്ഷേപിക്കാനുള്ള ഒരു വേദിയായിട്ട് ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. ആരെങ്കിലും വില കുറച്ച് കാണാനോ നിങ്ങളൊക്കെ ശരിയല്ല ഞാൻ മാത്രം ശരിയാണെന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് മനോഭാവം, ഒരു പൊട്ടൻഷ്യൽ നമുക്കുണ്ടാകുന്നത് നല്ലതുമല്ല. അപ്പൊ വീണ്ടും നമുക്ക് കാണാം, സംസാരിക്കാം, ചോദ്യങ്ങൾ ചോദിക്കുക. മറുപടികൾ എന്നത് ഒരു പൂർണ്ണാർത്ഥത്തിൽ അവസാന വാക്കല്ല, ഉത്തരത്തിലേക്കുള്ള ഒരു വഴിയാണ്, വാതിലാണ്. ആ നിലയ്ക്ക് നമുക്ക് മുൻപോട്ട് പോകാം. ഈ ചാനൽ കൂടുതൽ പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ പേരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുക. നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഒരു പൊതുവേദി വളർന്നു വരട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.